ഹായ് ഓൾ, എജു സ്പെക്ട്രം യൂട്യൂബ് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കഴിഞ്ഞ ഷോർട്സിലും നമ്മളിട്ട ക്വസ്റ്റ്യന്റെ ആൻസറിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, 2 സ്ക്വയർ ദ ഹോൾ ക്യൂബ് ഈക്വൽ ടു 64, 2 ക്യൂബ് റൈസ് ടു 2 ഈക്വൽ ടു എത്ര എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് എക്സ്പോണൻസ് വെച്ചിട്ടാണ്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? 2 സ്ക്വയർ ദ ഹോൾ ക്യൂബ് ഈക്വൽ ടു 64 എന്നുള്ളതാണ്. അത് ഏത് റൂൾ വെച്ചിട്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ a റൈസ് ടു m ദ ഹോൾ റൈസ് ടു n ഈക്വൽ ടു a റൈസ് ടു m ഇൻറ്റു n എന്ന് പറയുന്ന റൂൾ വെച്ചിട്ടാണ്. അപ്പൊ a റൈസ് ടു m ദ ഹോൾ റൈസ് ടു n ഈക്വൽ ടു a റൈസ് ടു m ഇൻറ്റു n ആണ്. അപ്പൊ ഇവിടെ ബേസ് എത്രയാണ്? ബേസ് 2 ആണ്. നമുക്ക് 2 ഇൻറ്റു 3 ആണ് ഇവിടെ ചെയ്യേണ്ടത്. 2 ഇൻറ്റു 3 എത്രയാണ്? 2 ഇൻറ്റു 3 6 ആണ്. അപ്പൊ 2 റൈസ് ടു 6 എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ 2 റൈസ് ടു 6ന്റെ ആൻസർ എത്രയാണ്? 64 ആണ്. അങ്ങനെയാണ് നമ്മൾ ഈ ആൻസറിലേക്ക് എത്തിയത്. എന്നാൽ നമുക്ക് ഈ ക്വസ്റ്റിനെ a റൈസ് ടു m ദ ഹോൾ റൈസ് ടു n ഈക്വൽ ടു a റൈസ് ടു m ഇൻറ്റു n എന്ന് വെച്ചിട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ബ്രാക്കറ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് ആ റൂൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ആ ബ്രാക്കറ്റ് ഇല്ല, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ആ റൂൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 3 സ്ക്വയർ എത്രയാണെന്ന് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? 3 സ്ക്വയർ എത്രയാണെന്നുള്ളത് എഴുതുക. 2 റൈസ് ടു 3 സ്ക്വയർ എത്രയാണ്? 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്. 2 റൈസ് ടു 9 എന്ന് പറയുന്നത് എത്രയാണ്? 512 ആണ്. അപ്പോൾ ആൻസർ എത്രയാണ്? 2 റൈസ് ടു 3 റൈസ് ടു 2ന്റെ ആൻസർ 512ലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും.